മച്ചന്മാരെ ഇനി പോയിന്ന് ഫ്രഷ് ആയിട്ട് സൂര്യപ്രകാശമൊക്കെ ഒന്ന് നേരെ പോയി കമ്പ്യൂട്ടറിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് തന്നെ കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. ജസ്റ്റ് സൈഫോ ഇനി കുറച്ച് സൈഫോ ഒന്ന് കുറച്ച് നേരം നോക്കിയായിരുന്നു. നമ്മളൊന്നും കുഴപ്പമില്ല, ഫറൂഖ് സാറും കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. ബോഡി ഫുള്ള് തണുത്തു, സൗണ്ട് ഫുള്ള് റെഡി ആയില്ല. ഇനിയിപ്പോൾ മറ്റേ പുള്ളി വരും, മറ്റേ പുള്ളിക്ക് വെയിറ്റാ. കോളൊക്കെ വന്നായിരുന്നു, സ്കാഡയുടെ ഒരു സ്ഥലത്ത് സപ്ലൈ ഇല്ല, അതൊക്കെ സംസാരിച്ചിട്ട് നിൽക്കുക. നേരെ പോയി ഒന്ന് ഫുഡ് കഴിക്കണം. മറ്റേ പുള്ളി ഇന്ന് ലീവാൻ തോന്നുന്നു വന്നിട്ട്. ഇനി പോയി ഒന്ന് സെറ്റാണ്. കൈയൊക്കെ നല്ല വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ, നഖം എന്താ ഇവിടെയൊക്കെ പൊട്ടി, കൈവേറിൻ്റെ ഇടയിലായത്. പിന്നെ നഖം ചത്ത്, ഇതാ അത് പോയി. എല്ലാം ഫീൽഡിങ് സെറ്റ് ചെയ്തെനിക്ക് സ്നേഹം കൂടുതലായതുകൊണ്ട് എല്ലാവരും ഫീൽഡിങ് സെറ്റ് ചെയ്തു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇനി പോയി ഒന്ന് ഫുഡൊക്കെ കഴിയും. അത് തന്നെ പരിപാടി. ഞാൻ ഫുഡും കഴിച്ചിട്ട് നേരെ കയറുക. പുള്ളിക്കാരൻ വന്ന കേട്ടാ, വണ്ടി കിടക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇപ്പം എപ്പോഴാണ് നോക്കിയത്. ഞാൻ ഇനി ഫോൺ കൊണ്ട് ചാർജ് ചെയ്തിട്ട്, ഫോൺ ചാർജില്ല. ഒരു പുള്ളി വന്നായിരുന്നു, ഒമാനി പുള്ളി. മറ്റേ ഇൻലെറ്റിൻ്റെ ഉണ്ടല്ലോ, ഇൻലെറ്റിൻ്റെ വെള്ളം ടെസ്റ്റ് ചെയ്യണം. ടാങ്കിലുള്ളതല്ല, ഇൻലെറ്റിൽ എന്ന് പറഞ്ഞതാ. ടാങ്കിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പുള്ളിക്ക് ഇൻലെറ്റിൽ എന്ന് പറഞ്ഞ വെള്ളം വേണം. പക്ഷേ അങ്ങനെ എടുക്കാൻ വേണ്ടി പൈപ്പില്ല. ഞാൻ മൂട്ടി കാണുന്നു അവിടെ. ഇതിൻ്റെ താഴെ ഉള്ളൂ, അത് അവർക്ക് ആവശ്യമില്ല. ഔട്ട് പോകണം. ഇനിയിപ്പോയി ഒരു ആൾ കോളം വിളിച്ച് ഇരുന്നിട്ട് വെച്ചു, അത് നോക്കട്ടെ. ഇവിടെ തന്നെ ഇരിക്കും, എല്ലാം ഓക്കെയാണ്. സൈഫ നോക്കിയത് അത് ഇപ്പം 4.0 പയ്യെ കുറയണതേ ഉള്ളൂ, പയ്യെ. കാരണം ഇൻലെറ്റ് എത്ര 220 പറഞ്ഞ അടുപ്പിച്ച് പറഞ്ഞു. കുഴപ്പമില്ല, എത്ര 2-2.5-3 മണിക്കൂറുകൂടെ തന്നെ ഫുഡ് ഞാൻ കഴിച്ചായിരുന്നു. ഇവിടെ ഇരിക്കാം, കുറച്ച് മണി കഴിഞ്ഞിട്ട് ഒന്ന് ഫുള്ളൊക്കെ റൗണ്ട് അടിക്കാൻ പോണത്. ഇന്ന് കെട്ട ശോകം കേട്ടാ. മറ്റേ പുള്ളിക്കാരൻ കുറച്ച് നേരം മുമ്പ് പോയതേ ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ പോണതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു, പറഞ്ഞായിരുന്നു. ഇപ്പോഴെൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു, ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. പിന്നെ ഇവിടെ തന്നെ ഇരിക്കുന്നു. ജസ്റ്റ് ടൈമായി. ഇനിയുള്ള ഫുള്ളൊന്ന് റൗണ്ട് അടിച്ച് സെറ്റായി, കമ്പ്യൂട്ടറെല്ലാം സെറ്റ് ചെയ്ത്. സൈഫൊക്കെ കുഴപ്പമില്ല, ലെവൽ 4 തന്നെ നിൽക്കുകയാണ്. അങ്ങനെ തന്നെ നിൽക്കുക. ഇനി ഒന്ന് പോയി ഫുള്ളൊന്ന് റൗണ്ട് അടിക്കണം. അതേ തന്നെ ഇളക്കിയ. ഇനി അടുത്ത് നേരെ ഇവിടെ നിന്ന് പോയി ഇത് നോക്കണം. ഓക്കെയാണ്, ഇവിടെയും സെറ്റാണ്, ഇവിടെ സെറ്റാണ്. അടുത്തിനി അവിടെ പോയി നോക്കണം. അതായത് പഴയതല്ലേ, ഭയങ്കര ചൂടായി തുടങ്ങി. അതിൻ്റെ പരിപാടി പഴയ നോക്കട്ടെ. റിയ സൗണ്ടൊക്കെ അടിച്ചു പോയി. ഇനി ഇതും എടുത്ത് കളയണം. ഇവിടെ സെറ്റാണ്, ഓക്കെയാണ്. ഞാൻ അടുത്ത് പോയി ചെടിയൊക്കെ ഒന്ന് നോക്കി വെള്ളം ഒഴിക്കേണ്ട സെറ്റപ്പ് ചെയ്യാം. ഞാൻ അടുത്ത് നേരെ പോയി ഒന്നെല്ലാടെ ഒന്ന് വെള്ളം ഒഴിച്ച് സെറ്റായി. അത് തന്നെ പൂവെല്ലാം ഒന്നെന്തോ പൂവിൻ്റെ ഇത് തന്നെ തോന്നുന്നു. ഇതിലും വന്നു
ഇതൊക്കെയാണ് ഇത്തിരി രക്ഷപ്പെട്ടത്. ഇത് വെയിൽ കൊണ്ട് ഒരു പരുവായി. കരുവാടയണ്ട കരുവാടയ എന്നാൽ ഇവിടെയും ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളണത് രക്ഷപ്പെട്ട്. എനിക്കൊണ്ട് വെള്ളം കൂടുതൽ കിട്ടണുണ്ടായിരിക്കും. അപ്പം ശരിക്കും ഇവിടെ ഉള്ള ഫുള്ളൊന്നും വെള്ളം സെറ്റ് ചെയ്യട്ടെ. അതെ, മല്ലി പൂത്ത് കേട്ടോ, മല്ലിയാണ് പൂത്തത്. പക്ഷെ പോയി കേട്ടാ, പേരിന് മല്ലി എന്നായി. പേരിന് മല്ലി എന്നായി. നല്ല മണം മാത്രം ഉണ്ട്, ഗുണം കാണുമെന്ന് തോന്നുന്നില്ല. സെറ്റാക്കി. ഇനി ജസ്റ്റ് കുറച്ച് നേരം എടുത്തിരുന്നിട്ട് ഇപ്പോൾ കുളിച്ച് തുണിയൊക്കെ ഒന്ന് എടുത്തിട്ട് സെറ്റാക്കണം. അതേ പങ്കടിച്ച് പോയില്ല ചേട്ടാ, ഒരു രക്ഷയില്ല. സുഖം, കാര്യങ്ങളെല്ലാം അങ്ങനെ പോണ്. എന്നാ പറയാനാ, ഇന്ന് എത്രാം തീയതിയായി? ഡേറ്റ് എന്നാ? ദിവസമൊക്കെ പറക്കണം. 18 10-ാം തീയതി ശമ്പളം കിട്ടി. ശമ്പളം തീർന്ന് അറിഞ്ഞില്ല. പൈസ തീർന്ന്. ഇനി 3 രൂപ 4 രൂപ ഉണ്ട് കൈ. അതിനിപ്പം ഇതല്ലേ ഇത് തുടങ്ങിയല്ലോ. ഈ സമയമാകുമ്പോൾ ഇനിയിപ്പോൾ പുറത്തിറങ്ങാകുമ്പം പൈസ ചിലവ് തന്നെ. അയ്യോ, ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡിയാക്കി. ആവശ്യമായിട്ട് തീന്ന് ലാസ്റ്റാ വാങ്ങിക്കണം. ബ്രെഡ് വാങ്ങിക്കണം. ഇതും കഴിച്ചിട്ട് നേരെ സൺസെറ്റ്. അപ്പോൾ ടൈമായി. ഇനി നേരെ പോയി സൺസെറ്റ് എടുത്ത് ലൈറ്റൊക്കെ ഉണക്കി സെറ്റ് ചെയ്യണം. അത് തന്നെ പരിപാടി. വേറെ പരിപാടി എന്തിരി, അത് തന്നെ സിമ്പിൾ പരിപാടി. പിന്നെ കോളം വിളിക്കാണ്ട്, അതെപ്പോഴും ചെയ്യണമാണ്. മനസ്സിലായില്ല? അത് തന്നെ പെർഫെക്റ്റാണ്. പക്ഷേ കാർമേഘമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭംഗി ഇല്ല, കുറവാണ്. ശരിക്കും അത്ര ഭംഗിയൊന്നുമില്ല. ഭംഗിയാണ്, പക്ഷേ എക്സ്പെക്റ്റ് കാർമേഘം വൈറ്റോ ബ്ലാക്കോ ഉണ്ടെങ്കിൽ എൻ്റെ സൗന്ദര്യം മാറും, ബ്യൂട്ടി മാറും. പിന്നെ അതൊക്കെ നോർമലാണ്, അറിയാമല്ലോ. അതൊക്കെ എപ്പോഴും ഉള്ളതാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ അത്രയും നല്ലത് കാണാൻ കിട്ടും. ഞാൻ ഫുള്ള് ലൈറ്റൊക്കെ ഉണക്കി സെറ്റ് ചെയ്തു. ടോട്ടലി എല്ലാം സെറ്റാണ്. നമ്മളതും സെറ്റാണ്. സൈഫയും സെറ്റാണ്. സൈഫയെന്ന് എൻ്റെ അറിവിൽ കൂട്ടേണ്ടി വരില്ല. അങ്ങനെ ഇട്ടിട്ട് ശലം കുറയ്ക്കേണ്ടേ വരുള്ളൂ അവന്. നമ്മളതും കുഴപ്പമില്ല. 4.13 നോർമലാണ്. ശലം കൂട്ടി വെച്ചിട്ടുണ്ട്. പയ്യെ കൂടിക്കോളും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കോൾ വിളിച്ച് പറയണമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. കോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് 10-15 കൂട്ടണം. അത് മിക്കവാറും RPM കൂട്ടി വയ്ക്കുമല്ലോ. അങ്ങനെ ഇരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.